സസ്പെൻഷൻ തനിയെ ഒരു ശിക്ഷ അല്ല. കുറ്റാരോപിതനായ ജീവനക്കാരൻ കുറ്റാരോപിതനല്ലാത്ത ജീവനക്കാരിൽ നിന്ന് വ്യത്യസ്തനാണ്. കുറ്റാരോപിതൻ്റെ പേർക്ക് എൻക്വയറി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഡ്യൂട്ടി ചെയ്യുന്നതിനോ ലീവ് എൻജോയ് ചെയ്യുന്നതിനോ അനുവദിക്കില്ല. നേരത്തെ 4 വിഷയങ്ങൾ ചെയ്തിരുന്നു. 1 CL നോട്ട് എ ലീവ്, 2 കേരള KSR ഒരു ബാലികറാമല അല്ല, 3 നഷ്ടം നികത്താൻ 6 വരവിനങ്ങൾ, 4 ശമ്പളത്തിന് പുറമെ 5 വരവിനങ്ങൾ. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തികമായി ബന്ധം വരാത്ത ഒരു സബ്ജക്റ്റാണ് അവതരിപ്പിക്കുന്നത്. സസ്പെൻഷൻ തനിച്ച് ഒരു ശിക്ഷ അല്ല എന്ന് കാണിക്കുന്ന 7 തെളിവുകൾ ഇന്ന് പറയാം. അതിലൊന്ന്, 48 മണിക്കൂർ ജയിൽവാസം ഒരു ജീവനക്കാരന് രേഖപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കലി സസ്പെൻഷനിൽ ആണ്. സസ്പെൻഷൻ ഒരു ശിക്ഷ അല്ല എന്ന് പറയുന്ന രണ്ടാമത്തെ കാരണം, സസ്പെൻഷനിലായ ജീവനക്കാരന് എലിജിബിൾ HPL സാലറി ഒരു പ്രത്യേക പീരീഡിലേക്ക് കിട്ടും. സസ്പെൻഷൻ തനിയെ ഒരു ശിക്ഷ അല്ല എന്ന് പറയുന്ന മൂന്നാമത്തെ കാരണം, ഒരു പീരീഡ് വരെ HRA അല്ലെങ്കിൽ റെസിഡൻസ് അദ്ദേഹത്തിന് അഡ്മിസബിൾ ആണ്. HRAയും HPLും മേജർ പെനാൽറ്റീസിൽ അഡ്മിസബിൾ അല്ല എന്ന് പറഞ്ഞു. സസ്പെൻഷൻ തനിച്ച് ഒരു ശിക്ഷയല്ല എന്ന് പറയുന്ന നാലാമത്തെ കാരണം, സസ്പെൻഷൻ പീരിയഡിൽ കുറ്റാരോപിതൻ മറ്റൊരു ജോലിയിൽ ഏർപ്പെടരുത്. ഇത് ഒരു ഗസ്റ്റഡ് ഓഫീസർ സർട്ടിഫൈ ചെയ്യണം. സസ്പെൻഷൻ തനിച്ച് ഒരു ശിക്ഷയല്ല എന്ന് പറയുന്ന അഞ്ചാമത്തെ കാരണം, നിരപരാധിത്വം ഡിപ്പാർട്ട്മെൻ്റലായോ കോടതി സെറ്റ് അസൈഡായോ തെളിയിച്ചാൽ ആബ്സെൻറ്റ് പീരിയഡ് ഡ്യൂട്ടിയായി പരിഗണിക്കും. സസ്പെൻഷൻ തനിച്ച് ഒരു ശിക്ഷ അല്ല എന്ന് പറയുന്ന ആറാമത്തെ തെളിവ്, നിരപരാധിത്വം ഡിപ്പാർട്ട്മെൻ്റൽ ആയോ കോടതി സെറ്റ് അസൈഡായോ തെളിയിച്ചാൽ സസ്പെൻഷൻ പീരീഡ് കൂടി പെൻഷന് കൂട്ടാം. സസ്പെൻഷൻ തനിച്ച് ഒരു ശിക്ഷയല്ല എന്ന് പറയുന്ന ഏഴാമത്തെയും അവസാനത്തെയും തെളിവ്, സസ്പെൻഷൻ പീരീഡിൽ ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാൽ ആ പീരീഡ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പീരീഡ് മുഴുവൻ ഡ്യൂട്ടിയായി പരിഗണിക്കും. സസ്പെൻഷൻ പീരീഡിൽ കൊടുത്തിരിക്കുന്ന HPL സാലറി കുറവ് ചെയ്ത് ബാക്കി പേ അലവൻസുകളും അവകാശികൾക്ക് കൊടുക്കുന്നു. കുറ്റാരോപിതനായ ജീവനക്കാരൻ കുറ്റക്കാരൻ തന്നെ ആയാൽ ഡിസ്മിസൽ, റിമൂവൽ എന്നിവ അല്ലെങ്കിൽ മേജർ പെനാൽറ്റി, മൈനർ പെനാൽറ്റി ഇവയിലേതെങ്കിലും നേരിടേണ്ടി വരും. നെക്സ്റ്റ് മീറ്റിംഗ് സബ്ജക്റ്റ് ഫോഴ്സ് ഇൻ പേ ഫിക്സേഷൻ.